ചെറിയ വാഹനങ്ങൾ ഇല്ല എന്നുള്ള സങ്കടം വേണ്ട. നമുക്ക് സാധാരണക്കാര് ബൈക്കിന്റെ EMI ഇറക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ചെറുതാൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ലൊക്കേഷൻ കാണാത്തവർക്കൊന്ന് പറഞ്ഞാ നിങ്ങള് ഇത് മലപ്പുറം മഞ്ചേരി റൂട്ടില് പാണായി സൗദിപ്പടി. അപ്പൊ അതാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ ഉണ്ട്, അമേസ് ഉണ്ട്, ഫോർഡ് ഫിഗോ ഉണ്ട്, നാനോ ഉണ്ട്, സിവിക് ഉണ്ട്, സാൻഡ്രോ ഉണ്ട്, ഈവൻ 800 വരെ നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്രൈസൊക്കെ ഉള്ള സ്വിഫ്റ്റ് വരുന്നുണ്ട്, ഓൾട്ടോ വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസം നിങ്ങളൊരു ബൈക്കിൻ്റെ ഒക്കെ ഒരു EMI 3000-4000 ഇടയിലുള്ള എമൗണ്ട് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല മോഡൽ കൂടിയതും ഒരു മിനി SUV ടൈപ്പിലൊക്കെ വരുന്ന ഒരു റെനോൾട്ടിന്റെ കിട്ടുന്നതാണ് നമ്മൾ തുടങ്ങുന്നത്. 2016 മോഡൽ വണ്ടിയില്ല. എങ്ങനെയായിരുന്നു അഫ്സൽക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? ഇത് 2016 മോഡൽ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതേപോലെ നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് തന്നെ LCD സ്ക്രീൻ വരുന്നുണ്ട്. അത്യാവശ്യം 17-18 മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയില്ല. ഇതിന് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 1.65. ഒരു മാസം EMI നമുക്ക് എത്ര രൂപ മാറ്റി വെക്കേണ്ടി വരും? ഒരു 3000 4000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഉണ്ടാവും കേട്ടോ. ചെറിയൊരു പ്രൈസിന് നല്ലൊരു മിനി SUV. അടുത്ത റിഡ്സ്. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ 2012 മോഡൽ. മൈലേജ് എത്ര കിട്ടും നമുക്ക് ഇതിന്? മൈലേജ് 18 കിട്ടും. നിങ്ങൾ അത്രയും ഗ്യാരണ്ടി അറിയാലോ. അതും വീഡിയോ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 2.30 കേട്ടോ. ഡീസൽ വണ്ടിയാണ്. 18-20 മൈലേജ് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്തതാണ് വീണ്ടും ഒരു ഡീസൽ റിഡ്സ് തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോ ഓപ്ഷൻ. ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്കൊരു 2.10 കൊടുക്കാം. 2.10. EMI ഒരു 5 രൂപ 6 രൂപ ഉണ്ടെങ്കിൽ മാറ്റിയേക്കാം. അത്ര മതി. ഒരു 50 രൂപ വണ്ടി ഇറക്കും ചെയ്യാം കേട്ടോ. വീണ്ടും റിഡ്സ് വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു മോഡൽ? 2011 LDI. എത്ര രൂപ കൊടുക്കാൻ പറ്റൂ? ഇത് നമുക്കൊരു 1.85. ഒരു ആൾട്ടോന്റെ പ്രൈസിനാണ്. അതേ AC ആണെങ്കിലും പവറിന്റെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾട്ടോന്റെ പ്രൈസിന് ഡീസൽ വണ്ടി 18-20 മൈലേജ് കൺഫേം ഇല്ല. അടുത്താണ് ഒരു എത്തിയോസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? എത്തിയോസ് മോഡൽ 2017 സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ ആണ് അല്ലേ? അത് പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. എത്തിയോസ് ലിവ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 ഒറിജിനൽ കേരള വണ്ടിയില്ല. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ്. ഒന്നും ചെയ്യിക്കാനില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റൂ? ഇത് നമുക്ക് ഒരു 4.65 കൊടുക്കാം. 4.65. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 30,000 വണ്ടി ഇറക്കാം കേട്ടോ. അതൊരു കിഡില ഐറ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ടാറ്റ ഓൾട്രോസ്. ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല യാത്രാ കംഫർട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ബോഡി ക്വാളിറ്റിയും 4 സ്റ്റാർ റേറ്റിംഗ് വരെ വരുന്ന ഒരു ചെറുവാഹനം. ഇതിന്റെ ഡോറൊക്കെ നോക്കി നിങ്ങൾ 90 ഡിഗ്രി വരെ നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് അല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം ഫുൾ ലോൺ കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഓഫർ റേറ്റ്, നല്ല ഫീച്ചേഴ്സും ബിൽഡ് ക്വാളിറ്റി വരുന്നൊരു വണ്ടി. ഇനി നമുക്കൊരു ഓഫർ പ്രൈസിന് 7 സീറ്റർ ഹോണ്ടന്റെ വണ്ടിയാണ്. സ്പേസ് നോക്കിയാൽ നിങ്ങൾ നല്ല മൈലേജ് കിട്ടും. കൂടെ തന്നെ നമുക്ക് 7 സീറ്റർ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2017 മോഡൽ. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങള് നല്ല പെട ഇന്റീരിയർ ആണ്. LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 1 ഓടിയിട്ടുണ്ട്. മൈലേജ് ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? ഡീസൽ വണ്ടി നമ്പറായ വണ്ടി അല്ലേ? നല്ലൊരു ബെസ്റ്റ് പ്രൈസ്. എത്ര രൂപയാണ്? 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം വണ്ടി ഇറക്കാം. ഇനി നമ്മുടെ സിറ്റി വരുന്നുണ്ട്. ഒരു കിഡിലൈറ്റ് ആണ്. 4 ജെൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡൽ പെട്രോൾ 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ അല്ല? ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ലോൺ ഫുള്ളും കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാം. സിറ്റി ആണ്, ലോ കിലോമീറ്റർ ആണ്, ഫുൾ ലോണുള്ളത് കേട്ടോ. അടുത്ത വീണ്ടും ഒരു വൈറ്റ് ഫിനിഷ് ഡീസൽ വണ്ടി അല്ലേ? വൈറ്റ് ഫിനിഷിംഗ് ആണ്, ഡീസൽ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡൽ അല്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അടിപൊളി ഇന്റീരിയർ ആണ് വരുന്നത് അല്ലേ? എത്ര രൂപ കൊടുക്കാം ഈ ഒരു? 5.25 കൊടുക്കാം. 30,000 വണ്ടി ഇറക്കാം കേട്ടോ. ഞാൻ ഇതിന്റെ നേരെ കുഞ്ഞാനുജന് ഒരു അമേസ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2021 ഉണ്ട്. ഡീസലാണ് വണ്ടി വരുന്നത്. അത് പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഓട്ടോമാറ്റിക് അല്ല? എത്ര രൂപ കൊടുക്കാൻ പറ്റൂത്? നമുക്ക് 6.25 ലക്ഷം കൊടുക്കാം. 6.25 ലക്ഷം. എത്ര രൂപ വണ്ടി ഇറക്കാം? ഫുൾ ലോൺ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ന്യൂ ഫേസിൽ വരുന്ന ഒരു WRV. ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? അത് പെട്രോൾ അല്ല? അത്യാവശ്യം 17 മൈലേജ് കിട്ടും. അത് നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. സോ ലോ മെയിൻ്റെനൻസിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്?
കിലോമീറ്റർ 50-ന്റെ താഴെ ഓടിയിട്ടുള്ളൂ അല്ലേ? ഓൺഷിപ്പ് സിംഗിൾ ആണോ? അതെ. എത്ര രൂപ കൊടുക്കാതെ? ഇത് നമുക്ക് 490 കൊടുക്കാം. ലോണ് ഫുള്ളും കൊടുക്കാം. ഫുൾ ലോണില് 490 കേട്ടോ. അടുത്തൊരു എത്തിയോസ് ലീവ കേട്ടോ, ഡോൾ ടൂൺ ആണ്. 2018 മോഡല് 160 നമ്പറായ വണ്ടി അല്ലേ? നിലവിൽ കേൾട്ടൻ ബി.കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എത്തിയോസ് ലീവ ഡീസൽ വണ്ടിയല്ല? ഡീസൽ വണ്ടി. GD ആണല്ലേ? വീഡിയോ ആണല്ലേ? അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 5.45 കൊടുക്കാം. 5.45 കൊടുക്കാം. 10-60 നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത ഒരു വാഗ്നർ അല്ലേ? ഓട്ടോമാറ്റിക് 2017 സെക്കൻഡ് ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ. 73,000 കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അന്നത്തെ ഫുൾ ലോഡ് വണ്ടി കേട്ടോ. എത്ര രൂപ കൊടുക്കാൻ പറ്റൂത്? ഇത് നമുക്കൊരു 4.20 കൊടുക്കാം. 4.20. അപ്പൊ എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്ക് 30 രൂപ ഇറക്കാം. അടുത്താണ് നിലവിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന നമ്മള് ഓൾട്ടോ കേട്ടൺ അല്ലേ? 2024 ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. 3,000-4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയൊരു സെഗ്മെന്റിലുള്ള ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. 4.25 ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ കൊടുക്കാം. 4.25 ലക്ഷം, അതും ഫുൾ ലോൺ കേട്ടോ. എന്റെ ഹൈലൈറ്റ് എന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അത് 24 മോഡൽ വണ്ടി അല്ലേ? ഫുൾ ലോൺ ചെയ്യാം. അടുത്തൊരു ഹോണ്ട ബ്രിയോ, അതും ഫുൾ ബ്ലാക്ക് വണ്ടി. എങ്ങനെയായിരുന്നു? 2012 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 2012 സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് 2,60,000 രൂപ കൊടുക്കാം. ഓഫർ പ്രൈസ് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ അടുത്തൊരു സ്വിഫ്റ്റ് ഡീസൽ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2010 പുതിയ പേപ്പർ എടുത്ത വണ്ടി. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ. ഡീസൽ വണ്ടി അല്ലായിരുന്നു? 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അടുത്തൊരു ഓൾട്ടോ, എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2012 മോഡൽ. 2012 മോഡൽ ഓൾട്ടോ അല്ലേ? KL 55 ആണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1,400 രൂപ കൊടുക്കാം. 1,400 രൂപ കേട്ടോ. ഇതൊക്കെ നമുക്കൊരു 3,000-4,000 രൂപ EMI വരുള്ളൂ ചെറിയ പ്രൈസിന്. അടുത്ത വീണ്ടും ഡീസൽ സ്വിഫ്റ്റ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2007. എത്ര രൂപ ചെയ്യാം? ഒരു 1,400 ലക്ഷം രൂപ കൊടുക്കാം. 1,400 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 27 പേപ്പർ, 27 പേപ്പർ കണ്ടീഷനൊക്കെ പോളിഷ് ചെയ്ത് കുട്ടപ്പന കിட்ட എല്ലാ വണ്ടിയും കൊടുക്കുള്ളൂ. അപ്പൊ ഒന്നും ചെയ്യിക്കാനില്ല, നേരെ നമുക്ക് ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. അത് 1,400 ലക്ഷം രൂപയ്ക്ക് 27 വരെ പേപ്പറുള്ള വണ്ടി കേട്ടോ. അടുത്തൊരു ബലേന വരുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡൽ ഓട്ടോമാറ്റിക് അല്ല? ഇത് CVT ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് പ്രൊജക്ട് ലാംസ് കാര്യങ്ങള്, കമ്പനി അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? കിലോമീറ്റർ എത്ര പറഞ്ഞത്? കിലോമീറ്റർ 1 താഴെ ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നതിന്? നമുക്ക് 490 കൊടുക്കാം. 490 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു 30-40 രൂപ സുഖമായിട്ട് വണ്ടി എടുക്കുക. അത് നിസാന്റെ മൈക്ര, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് 40-50 ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം, ചെറിയ പ്രൈസിന് ഇറക്കാം. ഒരു അടിപൊളി വാഹനം. അടുത്ത് വീണ്ടും ഒരു എത്തിയോസിൽ വേണം. നേരത്തെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് പരിചയപ്പെടുന്നു. ഇനി വൈറ്റ് ആൻഡ് ബ്ലാക്ക് വേണ്ടവർക്കും നല്ലൊരു അടിപൊളി വാഹനമുണ്ട്. ഇത് നമ്പറായ വണ്ടിയാണോ കേരള വണ്ടിയാണോ? നമ്പർ ആയതാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012. ബക്കറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത 4 പുത്ത അപ്പോളിന്റെ ടയർ ഇട്ട് കിടിലം വണ്ടി. അല്ല, കിടിലം വണ്ടി. ഒന്നും ചെയ്യിക്കാനില്ല, നേരെ ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി. 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ 19 രൂപ വണ്ടി ഇറക്കാം. അടുത്താണ് ഒരു സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ. അതും വൈറ്റ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡല്. 18 മോഡല്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാം? നമുക്ക് 7.25 ലക്ഷം രൂപ കൊടുക്കാം. 7.25 ലക്ഷം രൂപയ്ക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. അപ്പം ചെറിയൊരു പ്രൈസിന് നമുക്ക് വാഹനം കൊണ്ടുപോകാം. ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഫുൾ കൊടുക്കാം നമുക്ക്. അടുത്തൊരു ഫോർഡ് ഫിഗോ അല്ല, ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടി. 2012 മോഡല്. 18 രൂപ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 1.15 കൊടുക്കാം. 1.15 ഡീസൽ വണ്ടിയാണ്. ചെറിയ പ്രൈസിന് വണ്ടി ഉണ്ട് കേട്ടോ. അടുത്തൊരു കിഡ്ലം വണ്ടിയാണ്. അൾട്രാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹോണ്ടയുടെ ഒരു സിവിക്, ഹോണ്ട സിറ്റി സിവിക് 2007 മോഡൽ ഓട്ടോമാറ്റിക്. 2007 മോഡല് സിവിക് ഓട്ടോമാറ്റിക് കേട്ടോ. അഡീഷണൽ ആയിട്ട് നമുക്ക് അലോയ്സ് കാര്യങ്ങൾ, അത്യാവശ്യം കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ വാഹനം? നമുക്ക് 1.5 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപയ്ക്ക് സിവിക് കേട്ടോ. ഇനി അടുത്ത ഒരു കിഡ്ലൻ നാനോ അല്ലെ, ടിസ്റ്റ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 വണ്ടി കേട്ടോ. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ ഒക്കെ 60 ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നു ഈ വാഹനത്തിന്? ഇത് നമുക്ക് 1.10 കൊടുക്കാം. 1.10 കേട്ടോ. 16 മോഡൽ വണ്ടിയാണ്. ലോൺ ചെയ്യാൻ പറ്റുമോ ഇതിന്? ലോൺ ഒരു 70 രൂപ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മളെ വിട്ടോയിലാണ്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി ചെറുവാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാരെയും പരിഗണിച്ചിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഏകദേശം 100-100ഓളം വാഹനങ്ങളാണുള്ളത്. മൂന്നാമത്തെ ഒരു പാർട്ട് നമ്മളിവിടെ തീർക്കുകയാണ്. അത് തീർത്തതാണ് അല്ലേ? അവന് അത്രയും വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ചില വാഹനങ്ങൾ ഇന്ത്യയിലൊക്കെ കാണാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, അവർ നമുക്ക് ഷെയർ ചെയ്ത് തരും. സോ ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് ചെയ്തപ്പോൾ ഉള്ളൊരു ഇതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ കാണാൻ ജസ്റ്റ് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഇവർ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ചെറിയ പ്രൈസിന് ഏത് റേഞ്ചിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വണ്ടികളുണ്ട്. ഇയർ എൻഡിങ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. അതായത് നമ്പർ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് അഫ്സൽക്ക സൈനിങ് ഓഫ്.